സോ ആസ് യൂഷ്വൽ നമ്മൾ ക്ലയന്റിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ സെർവറിന്റെ 2 ടെർമിനൽ ഇവിടെ അവൈലബിൾ ആണ്. സോ ഫസ്റ്റിൽ തന്നെ നമുക്ക് സെർവർ റൺ ചെയ്യാം. സോ ഇനി നമുക്ക് ക്ലയന്റ് റൺ ചെയ്യാം. ഓക്കെ, അത് റൺ ആവുന്നുണ്ട്. ഇവിടെ കണക്ഷൻ ഓപ്പൺ ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ബീക്കൺ വരുന്നുണ്ട്. സോ ഞാനിവിടെ കാളി മെഷീൻ ബൂട്ട് ചെയ്തിട്ടുണ്ട്. കാളി മെഷീൻ്റെ അതൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യുക, വയർ ഷാർക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. സോ ഇവിടെ ഒരു വയർ ഷാർക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യും. വയർ ഷാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിനെയും മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് വയർ ഷാർക്ക് എന്ന് പറയുന്നത്. സോ അതോടെ നിൽക്കട്ടെ. ദെൻ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഈ ETH0 ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പോകുന്ന കാണാം. സോ ദെൻ നമ്മൾ നേരെ ക്ലയന്റ് സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുക, അതോടെ നിൽക്കട്ടെ. ദെൻ നമ്മൾ നേരെ തിരിച്ച് കാളി ലിനക്സ് മെയിൻലി യൂസ് ചെയ്യുന്ന അനലിസ്റ്റ് ആണ്. സോ അനലിസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമുക്കറിയാം. സോ നമുക്ക് ഇപ്പോൾ അറിയാം നമ്മുടെ IP അഡ്രസ് ഏതാണെന്ന്. സോ വാട്ട് വി വിൽ ഡു ഈസ് നമ്മൾ ആ പർട്ടിക്കുലർ IP അഡ്രസ് മാത്രം മോണിറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് IP അഡ്രസ് എന്ന് പറയുന്ന ടാഗ്. സോ നമുക്ക് നമ്മുടെ IP അഡ്രസ് അറിയാം. സോ അത് ജസ്റ്റ് കൺസിഡർ ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ദേ ഈ പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡേഴ്സ് എല്ലാം കാണാൻ പറ്റും. ID ക്ലയന്റ്, വിർച്വൽ ബോക്സ്, ഹോസ്റ്റ് നെയിം ക്ലയന്റ്, വിർച്വൽ ബോക്സ്, ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയച്ചുകൊണ്ടേയിരിക്കുകയാണ് ബീക്കൺസ് അല്ലേ. സോ ഇങ്ങനെയാണ് പ്രൈമറിലി മോണിറ്റർ ചെയ്യുന്നത്. ഇനി കമാൻഡ് എക്സിക്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം മെത്തഡോളജി തന്നെയാണ്. ജസ്റ്റ് ഞാനിവിടെ ഒരു കമാൻഡ് ആഡ് ചെയ്യാം, നമ്മൾ നേരത്തെ യൂസ് ചെയ്തതുപോലെ തന്നെയാണ്. സോ നമുക്ക് UAMI എന്ന് പറയുന്ന ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ കമാൻഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് നോക്കാം, ഇവിടെ കമാൻഡ് ഇവിടെ റിസൾട്ട് പാസ് ചെയ്യുന്നുണ്ട്. റിസൾട്ടിൻ്റെ അകത്ത് ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. റിസൾട്ട് എന്ന് പറയുന്നത് എന്തോന്നാണ്, ഔട്ട്പുട്ട് ക്ലയന്റ് എന്ന് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെയാണ് ബേസിക്കലി ഇത് വർക്ക് ചെയ്യുക. സോ ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽഡ് വെർഷൻ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്തുള്ള എൻ്റയർ പാക്കറ്റ്സിൻ്റെ അകത്തുള്ള എൻ്റയർ കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഏത് പോർട്ടിലേക്കാണ് ഹോസ്റ്റ് ചെയ്താണ്, നമ്മുടെ സെർവറിൻ്റെ IP, അതിൻ്റെ പോർട്ട്, ദെൻ പൈത്തൺ റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ ഒരുവിധപ്പെട്ട എല്ലാ കണ്ടന്റ്സും ഇതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ ഓർ JSON നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കാര്യം തന്നെയാണ്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റയർ കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ്. സോ ഇവിടെ ID, ഔട്ട്പുട്ടിൻ്റെ അകത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ക്ലയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു വലിയ ഔട്ട്പുട്ട് നോക്കാം, cat client.py. സോ ഇതെങ്ങനെ ട്രാൻസ്ഫർ ആവുന്നതെന്ന് നോക്കാം. സോ റിസൾട്ട് തിരിച്ച് പാസ് ചെയ്യുന്നുണ്ടോ, ഇതേപോലെ ഫുള്ളായിട്ടുള്ള കണ്ടന്റ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അനലിസ്റ്റുകൾ മോണിറ്റർ ചെയ്യുന്നത്. ഇനി ഇത് ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് HTTP മാറ്റി HTTPS ആക്കാം. അപ്പോൾ ഈ പറയുന്ന കണ്ടന്റ്സ് ഒന്നും അനലിസ്റ്റിന് കാണാനായിട്ട് പറ്റില്ല. സോ അങ്ങനെ നമുക്കൊരു ഇവേഡ് ചെയ്ത് ഒബ്ഫസ്കേറ്റ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടി എൻ പോയിന്റ്സിന് കുറച്ചുകൂടി അട്രാക്റ്റീവ്. ഇപ്പോൾ ബീക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിങ്ങനെ ഒരു മാൽവെയർ ആണ്, റിസൾട്ട് എന്ന് പറയുന്ന മാൽവെയർ അല്ലെങ്കിൽ ഈ ഒരു C2 സെർവറിന്റെ മെയിൻ കമ്പോണന്റ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഇതിനെല്ലാം റിനെയിം ചെയ്ത് നമുക്ക് ഇവേഡ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.